ലോകത്തെ ഞെട്ടിച്ച ശ്രീലങ്കയിലെ 279 പേരെ കൊന്ന തീവ്രവാദ ആക്രമണം എലക്ഷൻ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നു, സ്റ്റണ്ടായിരുന്നു. ശ്രീലങ്കയിലെ മന്ത്രി ഇന്ന് അവരുടെ സഭയിൽ പ്രസ്താവന വെക്കുകയും സുരേഷ് എന്ന് പറയുന്ന അവരുടെ ഇന്റലിജൻസ് മേധാവി, ചാരമേധാവിയായിരുന്നു തീവ്രവാദികളെ ഡയറക്റ്റ് ചെയ്തത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് അവർ എലക്ഷൻ ജയിക്കാൻ നടന്ന നാടകമായിരുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകളായി വെളിവരുന്നത്. ലോക മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ NDTV അടക്കമുള്ള മാധ്യമങ്ങൾ പോലും വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത കൊടുത്തു. ശ്രീലങ്ക സേസ് സ്പൈ ചീഫ് ഡയറക്റ്റഡ് 2019 ഈസ്റ്റർ ബോംബിംഗ്സ്. കേരളത്തിലെ പോലും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാനും PC ജോർജിനെ ഒരാൾ വിളിക്കുമ്പോൾ ശ്രീ PC ജോർജ് ചീത്ത വിളിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആ തീവ്രവാദ ആക്രമണം ശ്രീലങ്കയിലെ ഭരണകൂടം തന്നെ അല്ലെങ്കിൽ ശ്രീലങ്കയിലെ ചാരമേധാവിയും ഭരണകൂടം കൂടി പ്ലാൻ ചെയ്തതാണ്. 279 പേരെയാണ് അത് കൊന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാം. ശ്രീലങ്കയിലെ പബ്ലിക് സെക്യൂരിറ്റി മിനിസ്റ്റർ അവരുടെ പാർലമെന്റിനോട് ഇന്ന്, അതായത് ജൂൺ 10 പറയുകയുണ്ടായി, രാജ്യത്തിന്റെ എക്സ് ഇന്റലിജൻസ് ചീഫ് ചാരമേധാവി ഡയറക്റ്റഡ് 2019 ഈസ്റ്റർ സൺഡേ അറ്റാക്ക്. അത് ഇദ്ദേഹത്തെ മുമ്പേ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ജയിലിലാണ്. ഒഫീഷ്യലി ആദ്യമായിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വരുന്നത്. എയ്ഡിങ് ആൻഡ് അബറ്റിംഗ് ദി അറ്റാക്ക് മാത്രമല്ല, കാത്തലിക് ചർച്ച്, അവിടെ ഒരു കത്തോലിക്ക പള്ളിയിൽ ബോംബിടുന്ന ആ കത്തോലിക്ക പള്ളി വരെ ഐഡന്റിഫൈ ചെയ്തത് മേജർ ജനറൽ സുരേഷ് സാലിയാണെന്ന് മിനിസ്റ്റർ ആനന്ദ വിജപാല പറയുന്നു. ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീവ്രവാദാക്രമണമായിരുന്നു നടന്നത്. അതായത് യഥാർത്ഥത്തിൽ ഭ്രാന്തെടുത്ത, മതഭ്രാന്ത് മൂത്ത തീവ്ര ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ ഇയാൾ ഉപയോഗിച്ച് വളരെ ബോധപൂർവം ശ്രീലങ്കയിലെ വലതുപക്ഷ ഗവൺമെന്റിനെ തിരിച്ചു കൊണ്ടുവരാനും ഇസ്ലാമിക തീവ്രവാദത്തെ ഇല്ലാതാക്കുമെന്ന മുദ്രാവാക്യത്തിൽ അടുത്ത അവരുടെ ഭരണകർത്താവിന് വരാനുമുള്ള അവസരമാണ് ഒരുക്കിയത്. 2 റോമൻ കത്തോലിക്ക പള്ളികൾ, ഒരു ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് കൊളംബോയുടെ വെളിയിൽ, ഇവയടക്കം ആ ബോംബിങ്ങിന് വിധേയമായി. നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിന് വളരെ വേദന തോന്നിയ ഒരു വിഷയമാണ് ഇത്. കാര്യം നമ്മുടെ തൊട്ടപ്പുറത്താണ് ശ്രീലങ്കയുള്ളത്. ആ ശ്രീലങ്കയിൽ ഈ തീവ്രവാദാക്രമണം ഉണ്ടായത്. ആക്രമണം നടക്കുന്നതിന് 3 ആഴ്ച മുമ്പ് ഈ സുരേഷ് സാലി എന്ന് പറയുന്ന ആൾക്കാർ ഈ ചില ആൾക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ചിന്റെ കോൺഗ്രിഗേഷനും ലൊക്കേഷനും ഒക്കെ ഐഡന്റിഫൈ ചെയ്തിരുന്നു. വളരെ വിഷമിപ്പിക്കുന്ന, ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. അതായത് യഥാർത്ഥത്തിൽ ആ വർഷം നടക്കുന്ന എലക്ഷനെ അട്ടിമറിക്കാനും എലക്ഷന് രാജപക്ഷയെ തിരിച്ചു കൊണ്ടുവരാനും ഈ ബോംബിങ്ങിന് ശേഷം, ഈ വാർത്തയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, 2 days ആഫ്റ്റർ ദ ബോംബിങ്ങിന് 2 ദിവസത്തിന് ശേഷം രാജപക്ഷ അദ്ദേഹത്തിന്റെ കാൻഡിഡേറ്റ്സി ഡിക്ലെയർ ചെയ്തു. ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം എലക്ഷനിലേക്ക് പോയി ലാൻഡ് സ്ലൈഡിൽ വിജയിക്കുകയും ചെയ്തു. ഇന്ന് ആ രാജപക്ഷ പ്രസിഡന്റ് ആകാൻ വേണ്ടി ചെയ്തതാണെന്നാണ് ഇതുവരെയുള്ള ആരോപണങ്ങൾ. അവരുടെ മുൻ ചാരമേധാവി ജയിലിൽ കിടക്കുകയാണ്. ആലോചിക്കുക, ചാരമേധാവിയെ പോലൊരാൾ, അതായത് നമ്മുടെ സ്പൈ ചീഫ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ടോപ്പ് പോസ്റ്റിലൊന്നാണ്, ആദ്യത്തെ പ്രധാനപ്പെട്ട 10 പ്രാധാന്യം വെച്ചുള്ള പോസ്റ്റുകളിൽ ഒന്നാണ്. ആ പോസ്റ്റിലുള്ള ഈ സുരേഷ് സാലി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ജയിലിലാണ്. അതിശക്തമായ രീതിയിൽ അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടെന്നാണ് ശ്രീലങ്കൻ സർക്കാർ പറയുന്നത്. കൂടുതൽ കാര്യം വെളിയിൽ വരട്ടെ. എന്തായാലും ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾക്ക് വളരെ വേദനയും വിഷമവും ആഴത്തിൽ ആത്മാവിൽ മുറിവുണ്ടാക്കിയ ഒരു കാര്യമാണ്. ലോകത്ത് തന്നെ ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു സംഭവങ്ങളിലൊന്നായത് മാറുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ പോലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായി എന്ന കാര്യം സത്യമാണ്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 8 വർഷങ്ങൾ, 6, 7, 8 വർഷങ്ങൾക്ക് ശേഷം സത്യം പുറത്തു വരികയാണ്. കൂടുതൽ സത്യങ്ങൾ പുറത്തു വരട്ടെ.